ഏശയ്യ അധ്യായം 16. സിയോൻ പുത്രിയുടെ മലയിലേക്ക്, ദേശാധിപതിയുടെ അടുത്തേക്ക്, സേലായിൽ നിന്ന് മരുഭൂമിയിലൂടെ അവർ ആട്ടിൻകുട്ടികളെ അയച്ചു. മൊവാബിൻ്റെ പുത്രിമാർ കൂടുവിട്ടുഴലുന്ന പക്ഷികളെപ്പോലെയായിരിക്കും. അർണോന്റെ കടവുകളിൽ ഞങ്ങളെ ഉപദേശിക്കുക, നീതി നടത്തുക. മധ്യാഹ്നവേളയിൽ നിന്റെ നിശാതുല്യമായ നിഴൽ വിരിക്കുക. ഭ്രഷ്ടരെ ഒളിപ്പിക്കുക. പലായനം ചെയ്യുന്നവരെ ഒറ്റിക്കൊടുക്കരുത്. മൊവാബിൻ്റെ ഭ്രഷ്ടർ നിന്നോട് കൂടെ വസിക്കട്ടെ. വിനാശകനിൽ നിന്ന് നീ അവർക്ക് അഭയമായിരിക്കട്ടെ. മർദ്ദകൻ ഇല്ലാതാവുകയും നാശം അവസാനിക്കുകയും ചവിട്ടി മെതിക്കുന്നവൻ ദേശത്തുനിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്യുമ്പോൾ കാരുണ്യത്തോടെ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെടും. നീതി അന്വേഷിക്കുകയും നീതിപൂർവം വിധിക്കുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന ഒരുവൻ ദാവീദിന്റെ കൂടാരത്തിലെ ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. മൊവാബിന്റെ അഹങ്കാരത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവൻ എത്ര ഗർവിഷ്ഠനും ഉദ്ധതനും അഹങ്കാരിയുമാണ്. അവന്റെ വൻപു പറച്ചിൽ വ്യർത്ഥമാകുന്നു. അതിനാൽ മൊവാബ് നിലവിളിക്കട്ടെ. എല്ലാവരും മൊവാബിനു വേണ്ടി നിലവിളിക്കട്ടെ. കിർഹാരസത്തിലെ മുന്തിരിയടകളെക്കുറിച്ച് ഹൃദയം നൊന്ത് വിലപിക്കുവിൻ. ഹെഷ്ബോൺ വയലുകളും സിബ്മായിലെ മുന്തിരിവള്ളികളും വാടിപ്പോയിരിക്കുന്നു. യാസർ വരെ എത്തുകയും മരുഭൂമി വരെ നീണ്ടുകിടക്കുകയും ചെയ്തിരുന്ന അവയുടെ ശാഖകൾ ജനതകളുടെ പ്രഭുക്കന്മാർ അരിഞ്ഞുകളഞ്ഞു. അതിൻ്റെ ശാഖകൾ കടൽ കടന്ന് മറുനാട്ടിലും പടർന്നു. അതിനാൽ സിബ്മായിലെ മുന്തിരിവള്ളികൾക്കു വേണ്ടി ഞാൻ യാസെറിനോടൊത്ത് കരയും. ഹെഷ്ബോണും എലയാലയും എൻ്റെ കണ്ണീരിൽ കുതിരും. എന്തെന്നാൽ നിങ്ങളുടെ ഫലത്തിനും വിളവിനും എതിരായി യുദ്ധക്കാഹളം മുഴങ്ങുന്നു. സന്തോഷവും ആനന്ദവും വിളനിലത്തുനിന്നു പോയിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളിൽ ഗാനാലാപം കേൾക്കുന്നില്ല. ആർപ്പുവിളികൾ ഉയരുന്നില്ല. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. മുന്തിരി വിളവെടുപ്പിൻ്റെ ആർപ്പുവിളികളും നിലച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ അന്തരംഗം മൊവാബിനെക്കുറിച്ചും ഹൃദയം കീർഹേരസിനെക്കുറിച്ചും വീണക്കമ്പി പോലെ കേഴുന്നു. മൊവാബ് പ്രത്യക്ഷനാകുമ്പോൾ, പൂജാഗിരിയിൽ തളർന്നു നിൽക്കുമ്പോൾ, തൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ എത്തുമ്പോൾ അവന് ഫലപ്രാപ്തിയുണ്ടാവുകയില്ല. ഇതാണ് മൊവാബിനെക്കുറിച്ച് കർത്താവ് മുൻപ് അരുളി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടുന്ന് അരുളി ചെയ്യുന്നു. കൂലിക്കാരൻ കണക്കാക്കുന്നതുപോലെ കണിശം 3 വർഷങ്ങൾക്കുള്ളിൽ മൊവാബിൻ്റെ മഹത്വം അവൻ വലിയ ജനതയാണെങ്കിൽ പോലും നിന്ദയായി മാറും. ദുർബലമായ ഒരു ചെറുവിഭാഗം മാത്രമേ അവശേഷിക്കൂ. ഏശയ്യ അധ്യായം 17. ദമാസ്കസിനെതിരെ. ദമാസ്കസിനെ കുറിച്ചുള്ള അരുളപ്പാട്. ദമാസ്കസ് ഒരു നഗരമല്ലാതാകും. അത് നാശക്കൂമ്പാരമാകും. അതിൻ്റെ നഗരങ്ങൾ എന്നേക്കും വിജനമായി കിടക്കും. അവിടെ ആട്ടിൻകൂട്ടങ്ങൾ മേയും. അവ അവിടെ വിശ്രമിക്കും. ആരും അവയെ ഭയപ്പെടുത്തുകയില്ല. എഫ്രായിമിൻ്റെ കോട്ട തകരും. ദമാസ്കസിൻ്റെ രാജ്യം ഇല്ലാതാകും. സിറിയായിൽ അവശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. അന്ന് യാക്കോബിൻ്റെ മഹത്വം ക്ഷയിച്ചു പോകും. അവൻ്റെ ശരീരം മേധസ് ക്ഷയിച്ചു മെലിഞ്ഞു പോകും. അത് കൊയ്ത്തുകാരൻ ധാന്യം കൊയ്തെടുക്കുന്നതുപോലെയും റഫായിം താഴ്വരയിൽ കാലാ പെറുക്കുന്നതുപോലെയും ആയിരിക്കും. ഒലിവ് തല്ലുമ്പോൾ അതിൻ്റെ ഉയർന്ന കൊമ്പുകളുടെ അറ്റത്ത് 2-3 പഴങ്ങളോ ഫലവൃക്ഷത്തിൻ്റെ ശാഖകളിൽ 4-5 കായ്കളോ ഉണ്ടാകുന്നതുപോലെ കാലാ പെറുക്കാൻ ചിലത് അവശേഷിക്കും എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് ജനം തങ്ങളുടെ സ്രഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് തങ്ങളുടെ കണ്ണുകൾ ഉയർത്തുകയും ചെയ്യും. അവർ തങ്ങളുടെ കരവേലയായ ബലിപീഠങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ തങ്ങൾ നിർമ്മിച്ച അഷേര പ്രതിഷ്ഠയിലേക്കോ ധൂപപീഠത്തിലേക്കോ നോക്കുകയോ ഇല്ല. അന്ന് അവരുടെ പ്രബല നഗരങ്ങൾ ഹിവ്യരും അമോര്യരും ഇസ്രായേൽ മക്കളുടെ മുൻപിൽ ഉപേക്ഷിച്ചു പോയ പട്ടണങ്ങൾ പോലെ വിജനമായി തീരും. എന്തെന്നാൽ
നിങ്ങളുടെ രക്ഷകനായ ദൈവത്തെ നിങ്ങൾ മറന്നുകളയുകയും നിങ്ങളുടെ അഭയശിലയെ നിങ്ങൾ വിസ്മരിക്കുകയും ചെയ്തു. അതിനാൽ നിങ്ങൾ തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അന്യദേവന്മാർക്കു വേണ്ടി തണ്ടുകുത്തുകയും നടുന്ന ദിവസം തന്നെ അവ മുളയ്ക്കുകയും ആ പ്രഭാതത്തിൽ തന്നെ അവ പൂവിടുകയും ചെയ്താലും ദുഃഖത്തിൻ്റെയും അപരിഹാര്യമായ വേദനയുടെയും ദിനത്തിൽ അതിൻ്റെ വിളവ് നശിച്ചു പോകും. അതാ അനേകം ജനതകൾ ഇരമ്പുന്നു. അത് സമുദ്രത്തിൻ്റെ മുഴക്കം പോലെയാണ്. അതാ ജനതകളുടെ ഗർജനം, മഹാസമുദ്രങ്ങളുടെ ഇരമ്പൽ പോലെയാണത്. പെരുവെള്ളം പോലെ ജനതകൾ ഇരമ്പുന്നു. എന്നാൽ അവിടുന്ന് അവരെ ശാസിക്കുകയും അവർ ദൂരേക്ക് ഓടിപ്പോവുകയും ചെയ്യും. മലകളിൽ കാറ്റത്തു പറക്കുന്ന വൈക്കോൽ പോലെയും കൊടുങ്കാറ്റിൽ പാറുന്ന പൊടി പോലെയും അവർ ഓടിക്കപ്പെടും. ഇതാ സന്ധ്യാസമയത്ത് ഭീകരത, പ്രഭാതമാകും മുൻപേ അവർ അപ്രത്യക്ഷരായിരിക്കുന്നു. നമ്മെ നശിപ്പിക്കുന്നവരുടെ ഓഹരിയും നമ്മെ കൊള്ളയടിക്കുന്നവരുടെ വിധിയും ഇതാണ്. ഏശയ്യാ അധ്യായം 18. എത്യോപ്യക്കെതിരെ. എത്യോപ്യയിലെ നദികൾക്ക് അക്കരെയുള്ള ചിറകടി ശബ്ദമുയർത്തുന്ന ദേശം, നൈൽ നദിയിലൂടെ ഈറ്റച്ചങ്ങാടത്തിൽ ദൂതന്മാരെ അയക്കുന്ന ദേശം, വേഗമേറിയ ദൂതന്മാരെ ദീർഘകായന്മാരും മൃദുചർമ്മികളും ആയ ജനതയുടെ അടുത്തേക്ക്, അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്നവരുടെ അടുത്തേക്ക്, പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെട്ടതുമായ രാജ്യത്തേക്ക് വേഗം ചെല്ലുവിൻ. ഭൂവാസികളെ, മലകളിൽ അടയാളം ഉയരുമ്പോൾ നോക്കുവിൻ, കാഹളം മുഴങ്ങുമ്പോൾ ശ്രദ്ധിക്കുവിൻ. കർത്താവ് എന്നോട് അരുളി ചെയ്തിരിക്കുന്നു, മധ്യാഹ്ന സൂര്യൻ്റെ തെളിവോടെ കൊയ്ത്തുകാലത്തെ തുഷാരമേഘം പോലെ ഞാൻ എൻ്റെ മന്ദിരത്തിലിരുന്ന് വീക്ഷിക്കും. പൂക്കാലം കഴിഞ്ഞ് മുന്തിരി വിളയുന്ന സമയത്ത്, വിളവെടുപ്പിന് മുൻപ് അവിടുന്ന് മുളപ്പുകളെ അരിവാൾ കൊണ്ട് മുറിച്ചു കളയും. പടർന്നു വളരുന്ന ശാഖകളെ അവിടുന്ന് വെട്ടിക്കളയും. അവ മലകളിലെ കഴുകന്മാർക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കുമായി ഉപേക്ഷിക്കപ്പെടും. വേനൽക്കാലത്ത് കഴുകന്മാരും മഞ്ഞുകാലത്ത് വന്യമൃഗങ്ങളും അത് തിന്നും. ആ സമയത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളും ആയ ജനതയിൽ നിന്ന്, അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്ന ജനതയിൽ നിന്ന്, പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെടുന്നതുമായ രാജ്യത്തു നിന്ന് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമം വഹിക്കുന്ന സിയോൻ മലയിലേക്ക് അവിടുത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരും.